ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ ചേച്ചിയുടെ കയ്യിലേക്ക് പിടിച്ചു. ആ ഫേസ് ടു ഫേസ് നോക്കി രണ്ടുപേരും 3, 2, 1 നടന്നു വരെ. ഫേസ് ടു ഫേസ് നോക്കി തിരിച്ചോണ്ട് നടന്നേ. ഓക്കെ, ഭയങ്കരമായിട്ട് അകന്ന് നടന്നു, കുറച്ചുകൂടി അടുത്ത് നടന്നു. ഫേസ് ടു ഫേസ് നോക്കി നെറ്റിൽ വരുമ്പോൾ കൊടുക്കാമോ? തെറ്റിക്കല്ലടാ. രണ്ടുപേരും വയറിലേക്ക് നോക്കിയോ. നല്ല ഒന്നുകൂടെ ചെസ്റ്റയിലേക്ക് ഒന്നുകൂടെ കിടന്നു. വയറിലേക്ക് കൈ കൊടുത്തു. കണ്ണടച്ചിരുന്നു ചേച്ചി. ആ, അപ്പം നമുക്കിന്ന് ഇതിപ്പോൾ രണ്ടാമത്തെ ഷൂട്ടാണ്. ഇന്ന് നമ്മൾ ഒരു വളകാപ്പുണ്ട്. അപ്പം വീട്ടിലേക്ക് നമ്മൾ 11:30 സമയം പറഞ്ഞിരുന്നത്, നമ്മൾ 10:30 തന്നെ നിന്നു. അന്നേരം ചേച്ചി മേക്കപ്പ് ചെയ്തിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേരെ ജോഷിൽ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് വേണം ബാക്കി ചടങ്ങും പരിപാടിയൊക്കെ. വെയിലെന്ന് പറഞ്ഞാൽ കത്തി നിൽക്കണ വെയില. ശരത്ത് എങ്ങനെ ഉണ്ടാ? മന്തി ഉണ്ടാക്കാം. അയ്യോ, ഇപ്പം നമ്മുടെ നെക്സോണിലാണ് വന്ന് അവരുടെ വണ്ടി കേട്ടോ. പിന്നെ ഈ വീട്ടിൽ ചെല്ലട്ടെ. അയ്യോ, ഒരു വണ്ടി എടുക്കണം. ബാടാ ഓറ. ചുമ്മാ നടന്നിട്ട് വരാം. എങ്ങോട്ടാ വഴി? അങ്ങോട്ടാ അവിടെയാണ് മെയിൻ റൂട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വെൽക്കം ടു അവർ ചാനൽ. നൈസ് ടു മീറ്റ് യു. അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വളകാപ്പ് അടിപൊളി പരിപാടിയായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആൾക്കാരെല്ലാം ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. അല്ല, ഭയങ്കര രസമല്ലായിരുന്നു ആൾക്കാർ. ഫോട്ടോ എടുക്കാനാണെന്നുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരൊക്കെ നിന്ന് ഈ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഫോട്ടോ എടുക്കാൻ ആൾക്കാരെ നിർബന്ധിക്കണം. മാമ അങ്ങ് വന്നേ, അച്ഛാ ഇങ്ങ് വന്നേ, വന്ന് നിന്നേ, അപ്പച്ചാ അങ്ങ് വന്നേ. ഭയങ്കര നിർബന്ധിച്ചുകൊണ്ട് ഇച്ചിരി ജാടിയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ ഒരു 10-20% വർക്കിലും കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെല്ലാം തന്നെ ഭയങ്കര രസമായിട്ട് ഭയങ്കര കോർപ്പറേറ്റീവായിട്ട് തന്നെ വന്നു നിന്ന് എന്നാ കോപ്പാ സഹകരണം. ഭയങ്കര സഹകരണമുള്ള ആൾക്കാരായിരുന്നു. കാരണം ആ വീട്ടിലൊരു വലിയ മൊമെൻ്റാണത്. കാരണം ആ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞാവയാണ്. കാരണം ആ ചേട്ടയ്ക്ക് ഒരു അനിയനും കൂടെ ഉള്ളത്. പിന്നെ ചേച്ചിയുടെ കേസ് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ചേട്ടയുടെ ആദ്യത്തെ കുഞ്ഞാവ. അപ്പം വന്നേക്കുന്ന കസിൻസ് എല്ലാവരും തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന് നിന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഫോട്ടോ എടുക്കുന്ന വർക്കിന് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല. പൈസ നമ്മുടെ മെയിൻ ഉദ്ദേശമാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ആ ഒരു എൻജോയ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും കുറച്ചൊന്നൊരു ഫണ്ണിയാക്കി ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കി ഒന്ന് നിൽക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പോൾ ശരത്ത് ഇപ്പോൾ തന്നെ വന്നത് എന്തിനാണ് വന്നത്? ഞാൻ സന്തോഷിക്കാൻ, അർമാദിക്കാൻ, ഉല്ലസിക്കാൻ. അതാണ്. ഇപ്പോൾ ശരത്ത് ലൈറ്റ് ബോയ് ആയിട്ട് വന്നൊന്നുമല്ല. കാരണം അവനങ്ങനെ വരേണ്ട കാര്യമില്ല. അലിയൻ VFX ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വർക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ചുമ്മാ വർക്ക് ഫ്രം ഹോമാണ്. വീട്ടിൽ നിന്ന് ചുമ്മാ ചെതലടിക്കുമ്പോഴത്തേനും നമ്മുടെ കൂടെ ഇങ്ങ് പോരും. രസമല്ലേ നിനക്ക്? നല്ല രസമല്ലേ ഇവൻ്റെ കൂടെ ലൈറ്റ് ബോയ് ആയിട്ട് നടക്കുക. അത് നല്ല രസമായിരുന്നു. അതുതന്നെ നമുക്കങ്ങനെ വലിയ ജോലി ഭാരമില്ല, ടാർഗറ്റൊന്നുമില്ല. വരിക, അത്യാവശ്യം കൂടെ വരുന്നല്ലേ. അപ്പം അതിൻ്റേതായ ചെറിയ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൂടെ നിന്നാൽ മാത്രം മതി. വേറൊരു പരിപാടിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ വന്ന് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞങ്ങളൊരു ദിവസം കഴിഞ്ഞ ദിവസം വർക്കിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ലൈറ്റ് ബോയ് ആയിട്ട് 2 പേരുണ്ടായിരുന്നു. പ്രേമനും ഉണ്ടായിരുന്നു, ജോയലും ഉണ്ടായിരുന്നു. ശരിക്കും ജോയൽ മാത്രം അല്ലെങ്കിൽ പ്രേമം മാത്രം ഒരാൾ മാത്രം വരേണ്ട കാര്യമുള്ളായിരുന്നു. ജോയലിനെയാണ് ഞാൻ വിളിച്ചത്. കാരണം ജോയലിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ജോയൽ അവൻ്റെ കാറുമായിട്ട് വന്നുള്ളൂ. അപ്പോൾ എനിക്ക് കാറില്ലാത്തതുകൊണ്ട് കാർ റെൻ്റ് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഒരു പടിക്ക് 2 അപ്പോൾ അന്നേരം പ്രേമം പറഞ്ഞു, എടാ ഞാനും പറഞ്ഞാ ഓക്കെ പോരെ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ കൊച്ചിൻ്റെ മാമോദീസയായിരുന്നു. അപ്പോൾ നല്ല രസത്തിൽ അവിടെ വന്ന് നിന്നു. അവരിതുപോലെ തന്നെ ഭയങ്കര നമ്മൾ എപ്പോഴും വർക്കിന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ അറിയാവുന്ന കുറച്ച് ആൾക്കാരാണ്. ഈ പുള്ളിക്കാണെന്നുണ്ടെങ്കിലും ഒരു കഫേ ഉണ്ടായിരുന്നു, കഫേ പ്ലാന്റ് എന്ന് പറയുന്നത് തൊടുപുഴ മുട്ടം റൂട്ടിൽ. അപ്പം അവിടെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആൽവി ജോൺ. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഇവരുടെ ഒരു പാർട്ണർ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞത്തേനും വന്ന് കണക്ട് ചെയ്തു. നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഇവിടെ ഇൻട്രാക്ഷനും കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ വന്നത്തേനും അവരുടെ
ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് 4ാമത്തെ മാസത്തിൽ കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു. അന്നേരം നമ്മൾ ഫോട്ടോ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞത്തേന് നമ്മുടെ അന്ന് തന്നെ അവർ പറഞ്ഞായിരുന്നു വളകാപ്പുണ്ട് ആഗസ്റ്റിൽ, അപ്പോൾ അന്നേരം വിളിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും മലേഷ്യയിലായിരുന്നു. മലേഷ്യയിൽ നിന്ന് വന്നത് നമ്മൾ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു, പരിപാടിയെല്ലാം എടുത്തു തീർത്തു. കുറേ ചടങ്ങുകളെല്ലാം ഇച്ചിരി അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യം ജോഷിൽ പോയി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം, അത് കഴിഞ്ഞിട്ട് പോകണം. ഓക്കെ ബൈ. അയ്യോ അവർ വിളിക്കുന്നുണ്ട്, ഫോട്ടോ എടുത്ത് വീട്ടിൽ പോട്ടെ.